welcome to Comedy Master. Full power on. നമ്മളത് ആരംഭിക്കാൻ പോവുകയാണ്. പുതിയൊരു എപ്പിസോഡ്, പുതിയ സ്കിറ്റുകൾ. ചിരിക്കാൻ റെഡി ആയിക്കോ. ഇന്നത്തെ ചിരിക്ക് കുറച്ച് വേരിയേഷൻസ് നിങ്ങൾക്ക് പുതിയത് കൊണ്ടുവരാം. കാരണം വെറൈറ്റി വേണമല്ലോ. ചിരിക്ക് നമ്മൾ വെറൈറ്റി കൊണ്ടുവരണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കാൻ പോവുകയാണ്. അല്ല, ഇത് എല്ലാ ദിവസവും നാട്ടുകൂട്ടത്തിന് വിളിക്കാൻ വേണ്ടി ഭയങ്കര എനർജി. ഇന്ന് വരാൻ പോകുന്നത് എന്തോ ഇന്ന് ആ ഓളാണ് അവള് കാണിക്കുന്നത്. അതാണ് ആ വൈബ്. മനസ്സിലായല്ലോ? അതായത് ഞാനിങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ കാലിയാണെങ്കിലും വരാൻ പോകുന്ന ടീം ദാ നോക്ക്. पाकिस्तानी सैनिक चौकियों से गोलीबारी की पाकिस्तान bid to escalate has been crushed. ഒരു അൺനോൺ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന്. വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. Nothing is said about the origin of the email, nor about who has sent it. അതിന് ഞാനെന്താ വേണം? താനൊന്നും ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ശബരിമല പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അത് മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ശബരിമലയ്ക്ക് പോയി വന്നു കഴിയുമ്പോൾ നിന്റെ എല്ലാ വിഷമങ്ങളും തീരാനുള്ള സാഹചര്യം. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അവളുടെ ഭക്തി കുന്തം കൊടചക്രം. ഇവൻ ഇവിടത്തെ തല്ല് പോരാ, പോയേക്കുന്ന തമിഴ്നാട്ടിലെ നല്ല അടി വാങ്ങിക്കാൻ. IB, CBI എല്ലാ ഡൽഹിയിൽ നിന്ന് ഏത് ഇൻഷുലിപ്പെട്ടവരായാലും അന്വേഷണം ഒരുത്തനെയും കാടിന് പുറത്തേക്ക് വിടരുത്. ഞാൻ അവരെ തടഞ്ഞിരിക്കും. So let's welcome the team Sri Ayyaban. Hello everyone. Hi and welcome to Comedy Masters. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ആസ് എ ടീം ഇവിടെ കാണാൻ സാധിച്ചതിൽ. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ എന്നറിയാം. വിഷ്ണു ചേട്ടനിൽ നിന്ന് ആദ്യം തുടങ്ങാം അല്ലേ? അല്ല, വൃശ്ചിക മാസം തുടങ്ങി വന്നു എന്നുള്ള ഒരു കറക്റ്റ് ഒരു എന്താ പറയാ വിഷ്വൽ ട്രീറ്റ് ആണിത്. യെസ് വിഷ്ണു ചേട്ടാ, കിട്ടിലുമായിട്ട് ആ ട്രെയിലർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശ്രീ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഭക്തി മാർഗത്തിലൂടെ പോകുന്ന ഒരു ട്രെയിലർ അല്ലെ, അങ്ങനത്തെ ഒരു മൂവി ആയിരിക്കുന്നത്. ഇതങ്ങോട്ടേക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മുംബൈയിലൊക്കെയാണല്ലോ പരിപാടി നടക്കുന്നത്. ഇത് എന്നെ സംഭവം? കാരണം ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ കണ്ടിട്ടുള്ള ഭക്തി സിനിമകളാണ് ഒരുപാട് കണ്ടിട്ടുള്ളത്. അയ്യപ്പൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശബരിമല സബ്ജക്ട് വരുമ്പോൾ എല്ലാവരും കണ്ടുള്ളത് ഭക്തി മാത്രമാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ട് എന്ത് കൊണ്ടുവരാമെന്നാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ബോംബെയിലും അങ്ങനെ കുറേ സ്ഥലങ്ങളിലും കുറച്ച് ടെററിസവും കുറച്ച് ഭക്തിയും അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങളിത് ചെയ്തേക്കുന്നത്. മനസ്സിലായി. ഭക്തിയുടെ കാര്യത്തില് എനിക്ക് തോന്നുന്നു അനീഷേട്ടൻ നായകനായതുകൊണ്ട് നായകൻ വേഷം അനീഷേട്ടനാണ്. പക്ഷെ ടെററായിട്ട് സുധീരേട്ടനാണോ സ്ഥിരം കാണുന്ന പോലെ ഫുൾ ഹൊറർ? ഇതിനകത്ത് ചെറുതായിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്റെ അത്ഭുതം. ഞാനൊരു പാവം നല്ലവനായ അച്ഛനാണ്. മാറ്റി പിടിച്ചു. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഇനി ഞാൻ ഈ ഗുണ്ടാ പരിപാടിയൊക്കെ നിർത്തി നല്ലവനായ ഉണ്ണിയായിട്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എൻ്റെയും കൂടി കുടുംബമാണ്. ഒരുപാട് നാൾ ഞാനിവിടെ ഇങ്ങനെ ഗസ്റ്റ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് എനിക്കിവിടെ. സാധാരണ എന്നെ കാണുന്ന രൂപത്തിലനുസരിച്ചുള്ള ക്യാരക്ടേഴ്സൊക്കെ എഴുതി വരാറുണ്ട്. പക്ഷേ ഞാനും അനുജോട് ഡിസ്കസ് ചെയ്തിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു ഞാൻ. എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഇങ്ങനെ എൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും ഭാഗ്യമായിട്ട് കരുതുകയാണ്. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഇനി ഞാൻ ചേച്ചിയിലേക്ക് ഒന്ന് പോകട്ടെ. കാരണം എനിക്ക് വളരെയധികം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സിനിമകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയുടെ. സ്പെഷ്യലി ജയിലെ ആ ചേച്ചിയുടെ ഒരു ആ വർത്താനവും കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ക്യാരക്ടർ ചെയ്താലും ഞങ്ങൾ ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കുന്നത് ആ ഒരു സ്ലാങ്ങിൽ വീണ്ടും വന്നിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ വേദിയിൽ നമ്മുടെ ശ്വേത ചേച്ചിയെ പറ്റി, ആ ജയില് മോളെ പറഞ്ഞ പോലെ ശ്വേത ചേച്ചിയെ പറ്റി ആ ഒരു സ്ലാങ്ങിൽ ആ ഒരു ഡയലോഗിൽ ഒന്ന് പറയാമോ? ചേച്ചിയെ കുറിച്ച്, ചേച്ചിയെ പുകഴ്ത്തി. ശ്വേത ചേച്ചിയെ പറ്റി. അതാ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അതെ ആദ്യം പുകഴ്ത്തി. കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഈ കോമഡി മാസ്റ്റേഴ്സിൽ ഇത്ര ഒരു സുന്ദരി ആരൊക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അപ്സരസ് അങ്ങനെ ഇരിക്കുക. പക്ഷേങ്കിലേ നീ കേക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ശ്വേതമോളെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ?
ഇവിടുന്ന് ചവിട്ടുകൊണ്ട് എന്റെ നോബിമോൻ തെറിച്ചു വീണതങ്ങ് അപ്പുറത്തെ റോഡിലാണ്. അവിടെ നിന്ന് ഇപ്പൊ ഞാൻ പറക്കി എടുത്തോണ്ട് വെച്ചേക്കുന്നു. ഈ നോബി വെളുങ്ങനായിപ്പോണ്ടല്ലേ എടുത്തിട്ട് ചവിട്ടുന്നത്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇവിടെ മാത്രമല്ലേ ഇതൊക്കെ നടക്കുന്നത്. നോബി തെറിക്കണമെങ്കിൽ എന്തോരം ചവിട്ടായിരിക്കും ചവിട്ടിട്ടുണ്ടാവുക. അത് ആരോഗ്യമില്ലാത്ത എന്റെ കുഞ്ഞിനെ. അത് കിട്ടും. ഇനി അനീഷേട്ടാ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇതാണോ അനീഷേട്ടന്റെ കുടുംബമായിട്ട് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത്? ഇതെന്റെ ഭാര്യയായിട്ട് ആണ്, പക്ഷെ ഇതെന്റെ മകളല്ല. സംശയിക്കരുത്, ഇത് സുധീറിന്റെ മകളാണ്. അങ്ങനെ വിചാരിക്കരുത്, സുധീറിന് വേറെ ഭാര്യയുണ്ടേ. നിധിനെ നമുക്കറിയാം. നിധി എന്ന് പറയുന്നത് നമ്മുടെ ചക്കര കുട്ടി തന്നെയാണ്. ഹായ്, എന്നാ വിശേഷം? നല്ല വിശേഷം. അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ എല്ലാവരും സിനിമ കാണാൻ വരണം. ഒത്തിരി ഡയലോഗ് ഉണ്ടായിരുന്നോ പറയാൻ? ഇച്ചിരി ഉണ്ടായിരുന്നു. നമുക്ക് ബുദ്ധിമുട്ടല്ലല്ലോ. എന്നെ അനുകരിച്ച് ചെയ്തിട്ടുണ്ട്. ആണോ? ഒന്നൊന്ന് കാണട്ടെ, ഒന്ന് കാണിച്ചേ. അയ്യോ, അടിയൊന്നല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഇട്ട് ചവിട്ടാവോ? അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി. യെസ് ഷിഫാന, പറയൂ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ. ഇതില് അനീഷേട്ടന്റെ വൈഫായിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഷോയ്ക്ക് വരാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോയ്ക്ക് വരുന്നത് തന്നെ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഷിഫാനെ മീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ഓക്കെ, താങ്ക് യു. എന്തോ എന്റെ സജീവണ്ണനും ടീമും അവിടെ നിപ്പുണ്ട്. സജീവണ്ണ അണ്ണന് പഠിക്കുവാനുള്ളതാണ് ഇത് കഴിഞ്ഞിട്ട് തുടങ്ങല്ലേ. നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെ വിശ്വസിച്ച് ഈ സിനിമയിലേക്ക് ഞങ്ങളെ നമ്മളെ വിളിച്ച വിഷ്ണു ചേട്ടനോടാണ് താങ്ക്സ് പറയാനുള്ളത്. സജീവണ്ണൻ 2 വാക്ക്. അത് ഞാനല്ല, സജീവണ്ണം ഉണ്ടണോ ഞാൻ ചോദിക്കണം. എന്നാ സജീവണ്ണ തുടങ്ങാങ്കി പിന്നെ ഓക്കെ. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഇപ്പോൾ കോമഡി മാസ്റ്റേഴ്സിൽ ഞങ്ങൾക്ക് വരാൻ കാരണം ഇവിടെ ഒരാളുണ്ട്. അതായത് ഇവിടുത്തെ ഗ്രൂമർമാരിൽ ഒരാളായ രതീഷ്. അതെ, നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് രതീഷ് ചേട്ടൻ. ഓൾറെഡി രതീഷ് ചേട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഫ്രണ്ടായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പഴേ വേറൊരു കാര്യമായിട്ടാ, നിങ്ങൾക്കിത് ത്രില്ലർ സിനിമയാണെങ്കിലും ഞങ്ങൾക്കിത് കുടുംബ ചിത്രമാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ കുടുംബമായി സെറ്റായി. രതീഷേട്ടന്റെ പിള്ളേരുടെ പരിപാടി ഇനി നമ്മൾ ഇവരെ കാണിക്കും. എന്ത് പറയുന്നു? കിറ്റൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഇറക്കിയാലോ? കാണട്ടെ, ഇതാണ് കോമഡി. സിനിമയുടെ കാര്യം പറഞ്ഞ അവന് അല്ല, സിനിമയില് അനീഷണ്ണൻ ഞാനുമായിട്ടായിരുന്നു. അപ്പൊ വിഷ്ണു വിളിച്ചിട്ട് പറഞ്ഞ് അനീഷണ്ണനുമായിട്ട് കുറച്ച് ഹ്യൂമറൊക്കെ എഴുതണമെന്ന് പറഞ്ഞു. ചെന്നിരുന്ന് ഹ്യൂമർ എഴുതിയിട്ട് എഡിറ്റിന് അവിടെ ഡബിന് ചെന്ന്. അപ്പൊ ആ സീനില്ലേടാ, അത് കൊള്ളൂലണ്ട, അത് മാറ്റിയത്. അങ്ങനെ എല്ലാ ഇത്തിരി ഉണ്ടായി. ശരി, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീ അയ്യപ്പൻ ടീം, നമുക്ക് ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അറിയണം.